ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീന ബാലചന്ദ്രന്റെ മകളല്ല എന്നുള്ള സത്യം രോഹിത് ബബിതയോട് പറയുമ്പോൾ ബബിത നടുങ്ങി ഇങ്ങനെ നിൽക്കുക. അല്ലേ, ഇവിടെ എല്ലാവരോടും അങ്ങനെയായിരുന്നല്ലോ പറഞ്ഞിരുന്നത്. അച്ഛൻ ഗൾഫിലായിരുന്നപ്പോൾ ഏതോ ആൻഗോ ഇംഗ്ലണ്ട് ലേഡിയായിട്ട് അടുപ്പത്തിലായിരുന്നു, അങ്ങനെ ജനിച്ച കുട്ടിയാണെന്നാണ് അലീന ചേച്ചി എന്നല്ലേ പറഞ്ഞിരുന്നതെന്ന് ചോദിച്ച് ഇങ്ങനെ ഓരോന്ന് പറയുമ്പോഴേക്കും നമ്മുടെ കൃഷ്ണൻ ഇങ്ങനെ വല്ലാണ്ടായിട്ട് നിൽക്കുക. ഞാൻ അലീന ചേച്ചിയോട് ചോദിച്ചായിരുന്നു അത് ശരിയാണോ എന്ന്. അപ്പോൾ ചേച്ചി പറഞ്ഞോ അല്ലാന്ന്. അപ്പോഴത്തേക്കും കൃഷ്ണയ്ക്ക് പേടിയായിട്ടോ. എൻ്റെ അടുത്ത് അങ്ങനെയാ പറഞ്ഞത്. അത് മാത്രമല്ല, മാനേജർ അച്ഛനെ കാണാൻ പോയപ്പോൾ അച്ഛൻ്റെ അടുത്തും പറഞ്ഞു എന്ന കാര്യം ഇങ്ങനെ പറയാം. അപ്പോൾ അവിടെ തന്നെ അത് പറയാൻ കാരണമെന്ന് ചോദിച്ചപ്പം മാനേജർ അച്ഛൻ വിചാരിച്ചത് അലീന ചേച്ചി എൻ്റെ എൽഡർ സിസ്റ്റർ ആണെന്നുള്ള കാര്യമാണെന്നൊക്കെ ഇങ്ങനെ പറയണു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സങ്കടത്തോടു കൂടി നിൽക്കുക നമ്മുടെ കൃഷ്ണ. പക്ഷേ അലീന ചേച്ചി പറഞ്ഞു ഓർഫണേജിലാണ് ഞാൻ വളർന്നതെന്ന്, നമ്മുടെ വീട്ടിലെ ജോലിക്കാരിയായിട്ടാണ് വന്നതെന്ന്. അതൊക്കെ അവിടെ പോയി പറയേണ്ട കാര്യം എന്താ ചേച്ചിക്ക്? ഒരു സെൽഫ് റെസ്പെക്ട് ഒക്കെ വേണ്ടേന്ന് ചോദിക്കുക. പിന്നെ വേലക്കാരി ഓർഫണാണെന്നൊക്കെ വിളിച്ചു പറഞ്ഞു നടന്നാ കിട്ടും? അത് കഷ്ടം. മാനേജർ അച്ഛൻ എന്നാ വിചാരിച്ച് കാണൂന്നൊക്കെ ചോദിക്കുമ്പോൾ ചേച്ചി അതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേ മാനേജർ അച്ഛൻ പറയുക എനിക്കിപ്പോ നിന്നോടുള്ള റെസ്പെക്ട് കൂടിയിട്ടേ ഉള്ളൂ എന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ കൃഷ്ണ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചു. ബെസ്റ്റ്. അച്ഛൻ അതിനേക്കാളും വലിയ പാർട്ടിയാണല്ലോ. ബാക്കി പറ റോഹിയേട്ടാ, എന്താ പിന്നെ സംഭവിച്ചതെന്ന് ചോദിച്ചു. പിന്നെ അന്ന് നടന്ന കാര്യങ്ങളെല്ലാം പറയുവാണ്. അപ്പോൾ ബാലേന്ദ്രമേനോനല്ലേ നിന്റെ ലോക്കൽ ഗാർഡിയൻ, പിന്നെ എന്തിനാ നീ അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ ചോദിച്ച കാര്യങ്ങളെല്ലാം പറയാം. അപ്പോഴാ ചേച്ചി ഇങ്ങനെ അവരെന്നെല്ലാം പറഞ്ഞത്. അപ്പോൾ എനിക്കറിയായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കൃഷ്ണ പറയുക ഇതെന്നാ നിങ്ങളാരും എന്നോട് പറയാതിരുന്നതെന്ന് ചോദിച്ചു. അപ്പതേ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നവരും. അപ്പം ഞാൻ വിചാരിച്ചു നിനക്കൊക്കെ അത് നേരത്തെ അറിയാവുന്നു. പക്ഷെ അലീന ചേച്ചി നമ്മുടെ ആരാ എന്ന് ബബിത ചോദിക്കുക കേട്ടോ. അപ്പൊ എന്താണെന്നൊന്നും ഇവർക്ക് പിടി കിട്ടുന്നില്ല. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അല്ലാത്ത പോലെ നോക്കി നിൽക്കാം. അപ്പൊ നമ്മൾ ആരും അല്ലേ എന്ന് ചോദിച്ചു. എനിക്കറിയത്തില്ല, നീ പോയി അച്ഛനോട് ചോദിക്കാൻ പറഞ്ഞു. അച്ഛനല്ലേ കഥയൊക്കെ ഉണ്ടാക്കിയത്. ഞാൻ ചോദിക്കും, എനിക്കറിയണം, എനിക്കറിഞ്ഞേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് ബബിതി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ചോദിക്കാനായിട്ട് പോയി. ഈ സമയത്ത് കൃഷ്ണ രോഹിത്തിന്റെ അടുത്ത് വന്ന് ഇങ്ങനെ നിൽക്കുന്നു. അവൾ അച്ഛന്റെ കയ്യിൽ നിന്ന് മേടിച്ചോണ്ട് വരുമെന്നാ തോന്നണേ എന്നും പറഞ്ഞ് നിൽക്കുമ്പം രോഹിയേട്ടനോട് അലീന ചേച്ചി അച്ഛന്റെ മോളിൽ നിന്ന് മാത്രമേ പറഞ്ഞുള്ളൂ എന്ന് കൃഷ്ണ ചോദിച്ചപ്പോൾ അത്രയേ ഉള്ളൂ, വേറെ എന്തെങ്കിലും പറയാനുണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പം അപ്പോൾ ഇല്ല, വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണെന്ന് പറഞ്ഞപ്പം ശരിക്കുള്ള അച്ഛൻ ആരാണെന്നോ ശരിക്കുള്ള അമ്മ ആരാണെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ? അലീന ചേച്ചിയുടെ അച്ഛനും അമ്മയും അലീന ചേച്ചിക്ക് അറിയാം, പക്ഷേ അവർക്ക് അലീന ചേച്ചി അറിയത്തില്ല എന്ന് മാനേജർ അച്ഛനോട് ചേച്ചി പറഞ്ഞു. ഞാനത് ചേച്ചിയോട് ചോദിക്കണം വിചാരിച്ച, പക്ഷെ എനിക്കൊരു മടി. ചേച്ചിക്ക് അത് പറയാൻ ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ ചമ്മി പോകത്തില്ലേന്ന് ചോദിച്ചു. അപ്പൊ അത് ശരിയാണെന്ന് കൃഷ്ണ പറഞ്ഞു. അത് ശരിയാണെന്നോ? അപ്പൊ നിനക്കറിയാവോ ചേച്ചിയുടെ അച്ഛനും അമ്മയും ആരാണെന്ന്? അപ്പൊ എനിക്കറിയാം, പക്ഷെ ഞാനത് പറയത്തില്ല എന്ന് നമ്മുടെ കൃഷ്ണ പറഞ്ഞു. അതിനാണ് നീ പറയാത്തേന്ന് ചോദിച്ചു. നീ ചേച്ചിക്ക് വല്ല വാക്കും കൊടുത്തിട്ടുണ്ടോ ആരോടും പറയത്തില്ലെന്ന്? അപ്പൊ ഇല്ല, എനിക്കതെല്ലാം അറിയാന്ന് അലീന ചേച്ചിക്ക് അറിയത്തു പോലും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോ ഇതെന്നാ കളങ്കത വല്ലതുമാണോ നീ എന്നൊക്കെ ഈ പറയുന്നത്? നീ പിന്നെ എങ്ങനെ ഇതൊക്കെ അറിഞ്ഞതാ? അപ്പൊ എന്നോട് അച്ഛൻ പറഞ്ഞതാ, എന്നാ എന്നോടും കൂടെ ഒന്ന് പറയാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അച്ഛന് വാക്ക് കൊടുത്തിട്ടുണ്ട് ആരോടും പറയത്തില്ല എന്ന്. എടി അതേ അച്ഛന്റെ മോൻ തന്നെയല്ലേ ഞാൻ, എന്നോട് പറഞ്ഞാലെന്താ? അപ്പൊ അത് ചീറ്റിങ്ങാ, അത് ഞാൻ ചെയ്യത്തില്ല, പറ്റത്തില്ല എന്ന് തന്നെ ഇങ്ങനെ കൃഷ്ണ പറയണു. അത് കേട്ടപ്പോഴും അപ്പൊ നോക്കണ്ട, ഞാൻ പറയത്തില്ല അതും പറഞ്ഞ് കൊച്ചവിടുന്ന് അങ്ങോട്ടേക്ക് പോയി. ഈ സമയത്ത് രോഹിത് ഇങ്ങനെ അവിടെ നിൽക്കുക. അപ്പോൾ ബാലൻ അവിടെ നിന്ന് ആരോ ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്താണ് നമ്മുടെ ബബിതി അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത്. അപ്പോൾ ഇവിടുന്ന് ഈ മുറിയിൽ നിന്ന് കരഞ്ഞോണ്ട് ഇറങ്ങിപ്പോന്ന് കണ്ടായിരുന്നല്ലോ ഒരാള്. അപ്പൊ ആരാണ്? അച്ഛന്റെ മാനസപുത്രി എന്ന് ബബിത പറയുമ്പം വന്ന് നിനക്ക് ഇപ്പൊ എന്തും പറയാന്നായോ എന്ന് ചോദിച്ചു. അച്ഛന്റെ മാനസപുത്രി എന്ന് പറയുന്നത് മോശം വാക്കാണോ, ചീത്ത വാക്കാണോ അത് എന്ന് ബബിത ഇങ്ങനെ ചോദിക്കുമ്പം നിനക്ക് അവളോട് ചോദിക്കായിരുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പം അച്ഛന് മനസ്സിലായല്ലേ ആരാ ഉദ്ദേശിച്ചതെന്ന്. അത് കേട്ടപ്പോ നിനക്കിപ്പോ എന്നതാ വേണ്ടതെന്ന് ചോദിച്ചു ബാലേട്ടൻ. അലീന ചേച്ചി ഈ വീട്ടിൽ നിന്ന് പോവാണെന്ന് പറയുന്നു, ശരിയാണോ അച്ഛാ? അപ്പം നിന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയായിരിക്കും. പോകാനിപ്പോ എന്നതാ കാരണം? അപ്പൊ നിനക്കറിയത്തില്ലേ ബബ്ദേ, നിന്റെ അമ്മ ഈ വീട്ടിലോട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാ അവള് പോണമെന്ന് പറയുന്നത്. അപ്പൊ അച്ഛൻ പറഞ്ഞില്ലേ പോവണ്ടെന്ന്, അവൾക്ക് അതൊന്നും ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ പിന്നെ ഞാൻ കുറച്ച് വഴക്ക് പറഞ്ഞു, അതിനായിരിക്കും കരഞ്ഞതെന്ന് പറഞ്ഞപ്പം ഞാനൊന്ന് ചോദിച്ചോട്ടെ അച്ഛാ, അച്ഛന്റെ മോളെ അനുസരിപ്പിക്കാൻ പറ്റത്തില്ലേന്ന് ബബിത. ഞാൻ അവളോട് പറഞ്ഞു പോകരുതെന്ന്, പക്ഷെ അവൾക്ക് പോയേ പറ്റൂ. അച്ഛൻ പറഞ്ഞാലെന്താ കേക്കണ്ടേ അച്ഛാ? ഞങ്ങളൊക്കെ അനുസരിപ്പിക്കുന്നത് അങ്ങനെയല്ലേന്ന് ചോദിച്ചപ്പം അത് പിന്നെ നിങ്ങളൊക്കെ ചെറുപ്പം മുതല് ഈ വീട്ടില് എന്റെ മേൽനോട്ടത്തിലല്ലേ വളർന്നത്, അവൾക്ക് അങ്ങനെ ഒരു ശീലമില്ലല്ലോ എന്ന് ബാലേട്ടൻ. അപ്പോ എന്നാലും അച്ഛന് സ്വന്തം മോളോട്
ഒരു റെസ്പോൺസിബിലിറ്റി ഒക്കെ ഇല്ലേ? അവളെവിടെ പോകും, എന്ത് ചെയ്യും, എങ്ങനെ ജീവിക്കും എന്നൊക്കെയുള്ളത് അത് അച്ഛന്റെ റെസ്പോൺസിബിലിറ്റിയിലുള്ള കാര്യമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം കഴിഞ്ഞ 23 വർഷക്കാലം ഞാനല്ല അവളെ പോറ്റി വളർത്തിയത്. അതുവരെ അവൾ എങ്ങനെ ജീവിച്ചോ അതുപോലെ തന്നെ അങ്ങ് ജീവിച്ചോളൂ എന്ന് പറയും. എനിക്കിപ്പോ സംശയം തോന്നുന്നു അച്ഛൻ പറയുന്നതൊക്കെ കള്ളമാണ് എന്ന്. അപ്പോഴത്തേക്കും ബാലന് ടെൻഷനായി. ബാലൻ ഇങ്ങനെ വല്ലാത്തൊരു ഇതിൽ ബബിതയെ നോക്കുവാണ്. ബബിത എന്നിട്ട് അച്ഛനിൽ നിന്ന് ഇങ്ങനെ ചുരണ്ടിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കാം. ഞാനൊരു സംശയം ചോദിച്ചിട്ട് അച്ഛനോട്, അലീന ചേച്ചി അച്ഛന്റെ മോള് തന്നെയാണോ എന്ന് ബബിത ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ബാലേട്ടൻ ഇങ്ങനെ വല്ലാണ്ട് ഇതിലിങ്ങനെ നോക്കുവാട്ടോ. അതെന്നാടി നിനക്ക് അങ്ങനെ ഒരു ചോദ്യം അന്നേരം ചോദിച്ചു. റോഹിയേട്ടൻ എന്നോടും കൃഷ്ണയോടും പറഞ്ഞു അലീന ചേച്ചി അച്ഛന്റെ മോളല്ലാന്ന്. അതിലെന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ ബാലേട്ടൻ വല്ലാതെയായി. അലീന ചേച്ചി തന്നെ രോഹിയേട്ടനോട് പറഞ്ഞതാണെന്നാ പറഞ്ഞത്, ഇത് അച്ഛനുണ്ടാക്കിയ ഒരു കള്ള കഥയാണെന്ന്. അപ്പോഴത്തേക്കും ബാലേട്ടൻ അവരുടെ മുന്നിൽ ഇങ്ങനെ ചൂളി നിൽക്കുക, ബബിതയുടെ മുന്നിൽ ഉത്തരം കൊടുക്കാൻ കഴിയാതെ. ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് പോലും ആ മനുഷ്യന് അറിയില്ല. അച്ഛൻ ഒന്നും പറയാനില്ലേന്ന് ചോദിച്ചു. അത് അവൾ അങ്ങനെ പറഞ്ഞെങ്കിൽ ചിലപ്പോൾ അതായിരിക്കും സത്യം എന്ന് ബാലേട്ടൻ പറയുക. അപ്പോ അച്ഛനും വലിയൊരു നുണക്കഥ ഉണ്ടാക്കി പറഞ്ഞ് ഞങ്ങളെ എല്ലാവരെയും പറ്റിക്കായിരുന്നോ എന്ന് ബബിത ചോദിക്കുമ്പോ ഒന്ന് ചിരിച്ചു. എടി മോളെ, നിങ്ങളെ കള്ളം പറഞ്ഞു പറ്റിച്ചിട്ട് എനിക്ക് എന്നാ കിട്ടാനാണെന്ന് ചോദിച്ചു. എന്തെനിക്ക് കിട്ടി, ഇനി എന്ത് കിട്ടാനിരിക്കുന്നു? അത് തന്നെയാ ഞാനും ചോദിച്ചത്. പിന്നെ ആർക്ക് വേണ്ടിയിട്ടാ അച്ഛൻ അങ്ങനെ ഒരു പച്ചക്കള്ളം പറഞ്ഞത് എന്നിങ്ങനെ ബബിത ചോദിക്കുമ്പം നിങ്ങൾക്ക് വേണ്ടി തന്നെയാണെന്ന് ബാലേട്ടൻ ഇങ്ങനെ പറയുക. നിങ്ങൾ ചിന്നിച്ചിതറി പോകാതിരിക്കാൻ, ഈ കുടുംബം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണെന്നും പറഞ്ഞു. അതിന് ഇത്രയും വലിയ കള്ളക്കഥയുടെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പം അലീനയെ വീട്ടിൽ പിടിച്ചു നിർത്താൻ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു മാർഗം എന്ന് പറയുകയാണ് നേരം ബാലൻ. നിങ്ങൾ അമ്മയും മക്കളും ചേർന്ന് അവളെ വേട്ടയാടുകയായിരുന്നില്ലേ, അച്ഛനായിട്ട് അവിഹിത ബന്ധമുണ്ടെന്നും പറഞ്ഞ് അലീനയും മുറിയിലേക്ക് വന്നപ്പോ നീ എത്ര തവണ പുറകെ വന്ന് ഒളിഞ്ഞു നോക്കിയിട്ടുണ്ടെന്ന് ബാലേട്ടൻ ചോദിച്ചു. ഇവിടെ എന്താ നടക്കുന്നത് എന്നറിയാൻ വേണ്ടി ഇല്ലേ? നിന്റെ അമ്മ പറഞ്ഞ സ്പൈ വർക്കിന് വേണ്ടി നീ ചെയ്തിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും ബബിത ആകെ ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക അച്ഛന്റെ മുന്നിൽ ഉത്തരം മുട്ടി. നിന്റെ അമ്മയുടെ ബലമായ സംശയവും അതന്നെ ആയിരുന്നില്ലേ, ഞാനും അലീനയും കൂടി ഈ മുറിയിൽ നടക്കുന്നത് മോശമായ കാര്യങ്ങളാണെന്ന് നിങ്ങൾ 3 മക്കളോടും അവളത് ആവർത്തിച്ച് പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചു. ഇല്ലേ, പറഞ്ഞിട്ടില്ലേ? അപ്പോഴേക്കും ബബിത പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിൽ നിന്നൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. എന്റെ മകളെന്ന സ്ഥാനം അവൾക്ക് കൊടുത്താ അങ്ങനെയാ ഞാൻ അവളെ ഇവിടെ പിടിച്ചു നിർത്തിയതെന്നൊക്കെ പറയാം. മകളാണെന്ന് പറഞ്ഞാൽ മാത്രം പോരല്ലോ, എങ്ങനെ മകളായി എന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു ബാധ്യത കൂടി എനിക്കില്ലേ? അതിനു വേണ്ടിയാണ് ഞാനൊരു കഥയുണ്ടാക്കിയതെന്ന് ബാലേട്ടൻ ബബിതയോട് പറയാം. അങ്ങനെ ഇതെല്ലാം കേട്ട് ബബിതയും കണ്ണു തള്ളി നിൽക്കുന്നു. കല്യാണത്തിന് മുന്നേ ഗൾഫിൽ വെച്ച് എനിക്കൊരു ആംഗ്ലോ-ഇന്ത്യൻ പെണ്ണുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധത്തിൽ ജനിച്ച കുട്ടിയാണ് അലീനയെന്നും ഞാനങ്ങ് പറഞ്ഞു. അപ്പോ ഞങ്ങൾ അച്ഛനും മോളും ആണല്ലോ, ആ ഒരൊറ്റ മേൽവിലാസത്തിലാ അവളിവിടെ പിടിച്ചു നിന്നെന്നുള്ള കാര്യവും ബാലേട്ടൻ പറയുന്നു. ഈ കുടുംബം തകരാതെ അവൾ നിലനിർത്തിയത്, നിങ്ങളെ 3 പേരെയും സംരക്ഷിച്ചത്. അപ്പൊ അതൊക്കെ കേട്ടപ്പോ അലീന ചേച്ചി വീട്ടിൽ ആരുമല്ല അല്ലേ, ശരിക്കും ഒരു സർവന്റ് മാത്രമാണല്ലേ എന്ന് ബബിത ചോദിക്കുമ്പം എന്റെ മകളല്ലെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ബാക്കിയെല്ലാം നീ അവളോട് പോയി ചോദിക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും ബബിതയ്ക്ക് വീണ്ടും സംശയം. ഞാനൊന്ന് കൊരപറ്റി വരികയായിരുന്നു, ഇപ്പൊ പിന്നെയും കയത്തിലോട്ട് വീണതുപോലെ തോന്നുകയാണെന്ന് പറഞ്ഞപ്പം അലീന ഒരു തെറ്റും ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് ശരിയായ മാർഗം കാണിച്ചു തന്ന് നിലനിർത്തിയത് അവളാണ്. ഒരു സെർവന്റ് ഇത്ര വലിയ ത്യാഗമൊക്കെ ചെയ്യൂ അച്ഛാ, ഇതുപോലെ ചേർത്തൊക്കെ നിർത്തും അച്ഛാ, ഇത്രയധികം സ്നേഹിക്കോ എന്നൊക്കെ ബബിത ഇങ്ങനെ ബാലേട്ടനോട് ചോദിക്കണം. ഞാൻ വിചാരിച്ചത് സത്യമായിട്ടും അച്ഛന്റെ മോളാണ് അലീന ചേച്ചി എന്നുള്ളത് തന്നെയാണെന്ന് ബബിത പറയണം. ഞങ്ങളുടെ കൂടപ്പിറപ്പായതുകൊണ്ടാ ഇത്രയും സ്നേഹിച്ചതെന്നാ എന്നൊക്കെ പറയുമ്പോ ബാലേട്ടൻ ഉത്തരം മുട്ടി ഇങ്ങനെ നിൽക്കൊന്നും പറയാനില്ല. ഇപ്പൊ സ്വന്തം മോളല്ല എന്ന് അച്ഛൻ പറയുമ്പോഴേ വിഷമാവുക എനിക്ക്. അപ്പൊ നീ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നീ വിഷമിക്കുകയും വേണ്ട. അവൾക്ക് നിങ്ങളോടുള്ള സ്നേഹം അത് സത്യമാണെന്നും കൂടപ്പിറപ്പുകൾ പോലെ തന്നെയാ നിങ്ങളെ 3 പേരെയും മോള് കണ്ടിരിക്കുന്നത്, അതിലൊരു സംശയം വേണ്ട കേട്ടോ എന്ന് ബാലേട്ടൻ പറഞ്ഞു. പിന്നെ പോയിക്കോ എന്നും പറഞ്ഞു എന്നിട്ട് ആ ബബിതയെ പറഞ്ഞു വിടുക. എന്നിട്ട് ബബിത അങ്ങ് പോയി കഴിഞ്ഞപ്പം ബാലൻ ഇങ്ങനെ ആകെ ഇതായിട്ടിരിക്കുക. ഈ സമയത്ത് അലീനയുടെ റൂമിലേക്ക് ബബിത കയറി ചെന്നു. ചേച്ചിയെന്ന് പറഞ്ഞ ഡോറ് മുട്ടി ഇങ്ങനെ കയറി ചെല്ലുവാണ്. അപ്പൊ അതേ മുഖത്ത് ഭയങ്കര ഗൗരവഭാവം. അതുകൊണ്ട് അലീന ഇങ്ങനെ നോക്കി നിൽക്കുക. ബബിതയാണ് വാതിൽ ഒരൊറ്റ അടയങ്ങ് അടച്ചു. എന്താ മുഖത്തൊരു ഗൗരവം? അപ്പൊ ഇത്രയും നാളും ഞങ്ങളെ പറ്റിക്കായിരുന്നല്ലേ പച്ച കള്ളം പറഞ്ഞ് എന്ന് ബബിത ഇങ്ങനെ അലീനയോട് ചോദിക്കുമ്പം ഞാനെന്ത് കള്ളം പറഞ്ഞു?
അച്ഛന്റെ മകളാണെന്ന്. അപ്പോഴത്തേക്കും അലീനയുടെ ഭാവം അങ്ങ് മാറി. ഇവള് പറഞ്ഞു. എന്നിട്ട് അത് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കള്ളക്കഥ അല്ലേ, ബാക്കിയുള്ളവരെല്ലാം വെറും പൊട്ടത്തികളും പൊട്ടന്മാരും ആക്കിയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അലീന ഇങ്ങനെ വല്ലാതിരിക്കുക. ഞാൻ നിങ്ങളോട് എന്തെങ്കിലും കഥ പറഞ്ഞോ? ഇല്ലല്ലോ. അച്ഛൻ എന്റെ അച്ഛനാണെന്ന് ഞാൻ പറഞ്ഞോ എന്നിങ്ങനെ അലീന ചോദിക്കുക. അച്ഛാ എന്ന് തന്നെയല്ലേ വിളിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ വിളിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അലീന ചോദിച്ചു, അത് ഞാൻ അദ്ദേഹത്തെ സ്വന്തം അച്ഛനെ പോലെ തന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാ മോളെ. അദ്ദേഹം സ്വന്തം മകളെ പോലെയാ എന്നെ നോക്കിയതും പെരുമാറിയതും സംരക്ഷിച്ചതും എല്ലാം. അപ്പൊ ബബിതവേ, നിങ്ങൾ രണ്ടുപേരും കൂടി ആലോചിച്ചുകൊണ്ടല്ലേ അങ്ങനെ ഒരു കള്ളക്കഥ ഉണ്ടാക്കിയത് അല്ലേ എന്ന് ബബിത ചോദിക്കുമ്പം എന്നോട് അച്ഛൻ ഇതുവരെ ആലോചിച്ചിട്ടില്ല. ആ കഥ ഉണ്ടാക്കിയതില് എനിക്ക് യാതൊരു പങ്കുമില്ല. അച്ഛൻ അങ്ങനെ ഒരു കഥയുണ്ടാക്കി പറഞ്ഞപ്പോ അത് നിഷേധിക്കണമായിരുന്നു. ചേച്ചി അത് നിഷേധിച്ചില്ലല്ലോ. എന്നതാ അതിന്റെ അർത്ഥം? ചേച്ചിക്കും അതിൽ പങ്കുണ്ടെന്നല്ലേ എന്ന് ബബിത ചോദിക്കുമ്പോ സത്യം പറയാമല്ലോ, ഞാനത് നല്ലതുപോലെ ആസ്വദിച്ചു എന്നും പിന്നെ ഞാൻ സാറേ എന്നാ വിളിച്ചുകൊണ്ടിരുന്നത്. നിങ്ങളൊക്കെ അച്ഛ എന്ന് വിളിക്കുന്നത് കേട്ട് കൊതിയായിട്ടാ. ഒരു ദിവസം ഞാൻ അച്ഛനോട് ചോദിച്ചു, ഞാനും അച്ഛാന്ന് വിളിച്ചോട്ടെ എന്ന്. അച്ഛൻ പറഞ്ഞു വിളിച്ചോളാൻ. അങ്ങനെ ഞാൻ വിളിച്ചത്. ഞാൻ ആദ്യം അച്ഛ എന്ന് വിളിച്ചപ്പോൾ ഉള്ള ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതുപോലൊരു സന്തോഷം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് അലീന ബബിതയോട് പറയുക. അപ്പോഴത്തേക്ക് അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞു. ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം പ്ലാൻ ചെയ്തതല്ലേ ആ അച്ഛാ വിളി എന്ന് ചോദിച്ചപ്പോ, നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടാനാ മോളെ എന്ന് അലീന അന്നേരം ചോദിച്ചു. അച്ഛന് സമ്മതിച്ചല്ലോ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നുള്ളത്. ദുബായിലെ റിലേഷൻഷിപ്പ്, ആംഗ്ലോ ഇന്ത്യൻ ലേഡി, അറിയാതെ പോയ പ്രഗ്നൻസി, ഓർഫണേജിൽ വെച്ചുള്ള തിരിച്ചറിവ്, എന്തൊക്കെയായിരുന്നു എന്നൊക്കെ ബബിത ഇങ്ങനെ പറയുമ്പോ, ബബിതേ, അച്ഛൻ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതൊന്നും അല്ല. ഞാനും അച്ഛനും തമ്മിലുള്ള ബന്ധത്തെ നിങ്ങളെല്ലാവരും തെറ്റിദ്ധരിച്ചപ്പോ ആ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി അച്ഛൻ ചെയ്തതാ. എന്നാലും ഇത് കുറെ ഭയങ്കരമായി പോയില്ലേ ചേച്ചി എന്ന് ചോദിച്ചു. ഞങ്ങളൊക്കെ വെറും കഴുതകളായി പോയില്ലേ എന്ന് ബബിത ചോദിക്കുവാണ്. അച്ഛൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്കെങ്കിലും നഷ്ടം വന്നോ എന്ന് അലീന അന്നേരം ബബിതയോട് തിരിച്ചു ചോദിക്കുക. ഞാനും അച്ഛനും എന്തെങ്കിലും ലാഭം അതിൽ നിന്നുണ്ടാക്കിയോ? അച്ഛന് നഷ്ടം മാത്രമേ ഉള്ളൂ മോളെ. അച്ഛന്റെ സൽപ്പേര് പണയം വെച്ചിട്ടാ അച്ഛൻ അങ്ങനെ ഒരു കള്ള കഥ പോലും ഉണ്ടാക്കിയതെന്നുള്ള കാര്യവും അലീന ബബിതയോട് പറഞ്ഞു കൊടുക്കുന്നു. ബബിതയ്ക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അച്ഛൻ ആരായി? കല്യാണത്തിന് മുന്നേ അവിഹിത ബന്ധമുള്ള ഒരാളായില്ലേ, അതിലൊരു കുഞ്ഞിനെ ജനിപ്പിച്ച ഒരാളായില്ലേ, അങ്ങനെ ഉണ്ടായ പെൺകുട്ടിയെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുവന്ന് സംരക്ഷിക്കുന്ന ഒരാള്. അപ്പൊ അച്ഛന്റെ അഭിമാനമല്ലേ നഷ്ടപ്പെട്ടത്? അപ്പൊ അത് എന്തിനു വേണ്ടി ആയിരുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ചേച്ചി എന്തുകൊണ്ട് അതെല്ലാം സമ്മതിച്ചു കൊടുത്തു എന്നും ബബിത ചോദിക്കുമ്പം, ഈ കുടുംബം നിലനിർത്താൻ വേണ്ടിയിട്ടാണെന്നും നിങ്ങളെ എല്ലാവരെയും സംരക്ഷിക്കാൻ വേണ്ടിയാണെന്നും അലീന പറഞ്ഞു. കഴിഞ്ഞല്ല ജോലിയും, എല്ലാവരെയും സംരക്ഷിച്ചു കഴിഞ്ഞോ? അതുകൊണ്ടാണോ പൊടിയും തട്ടി പോകാന്ന് വെച്ചതെന്നൊക്കെ ബബിത ഇങ്ങനെ ചോദിക്കുമ്പോ, കഴിഞ്ഞിട്ടില്ല, പലതും വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന്, എല്ലാം സാധാരണ പോലെ ആയെന്ന് ആശിച്ചുകൊണ്ടൊന്നും അല്ല ഞാൻ ഇവിടെ നിന്ന് പോകുന്നതെന്നും അലീന ബബിതയോട് പറയുക. മേഡം തിരിച്ചു വരണം. അച്ഛന്റെ സൽപ്പേരിനുണ്ടായ കളങ്കം അത് മായ്ച്ചു കളയണം. ഞാനിപ്പോ പോയില്ല എന്നുണ്ടെങ്കിൽ മേഡം ഡിവോഴ്സിന് പോകുമെന്നുള്ള കാര്യം അലീന ബബിതയോട് പറയുക. മുമ്പൊരു വക്കീൽ നോട്ടീസ് അയച്ചത് മാത്രമേ ഉള്ളൂ, ഇനി കേസ് കോടതിയിലോട്ട് പോകുമെന്നും പറഞ്ഞു. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകാമെന്ന് പോലെ തീരുമാനിച്ചത്. എന്നതായാലും ഇപ്പെങ്കിലും ഒന്ന് തുറന്നു പറഞ്ഞല്ലോ, നന്നായി എന്ന് ബബിത ഇങ്ങനെ അവിടെ നിന്ന് പറയുവാണ് അലീനയോട്. ഞങ്ങളുടെ കുടുംബത്തിൽ ജനിച്ചതല്ലെങ്കിലും അച്ഛന്റെ ബ്ലഡ് ആണല്ലോ, എന്റെ ഹാഫ് സിസ്റ്റർ ആണല്ലോ എന്നൊക്കെ കരുതി ഞാനൊന്നും. ഇപ്പോ എല്ലാം തീർന്നില്ലേ എന്നൊക്കെ പറയാം. അപ്പൊ എവിടെ തീർന്നു? നീ ഇപ്പോഴും എന്റെ അനിയത്തി തന്നെയാ. എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാണെന്ന് അലീന പറയാം. അതൊന്നും ഇല്ലാതാവുന്നില്ലെന്ന് പറഞ്ഞപ്പം വേണ്ട, ഞങ്ങളെ ആരും അല്ലല്ലോ എന്ന് ബബിത പറയട്ടോ. അപ്പൊ നിന്റെ ചേച്ചിയാണടി എന്ന് അലീന ബബിതയോട് പറഞ്ഞു. രേവതിക്കുട്ടി എന്റെ അനിയത്തിയല്ലേ എന്ന് ചോദിച്ചു. രക്തബന്ധമൊന്നും അല്ലല്ലോ, എന്നാലും എന്തൊരു സ്നേഹം എനിക്ക് അവളോട് എന്ന് അലീന ഇങ്ങനെ ബബിതയോട് പറയുവാണ്. ശരണ്യെ ഞാൻ എന്നാ ആദ്യമായിട്ട് കണ്ടത്? അവൾ എന്റെ അനിയത്തിക്കുട്ടി ആയില്ലേ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ അലീന തന്റെ ഉള്ളിലുള്ളതൊക്കെ പറയാം. എന്റെ കോൺഫിഡൻസ് എല്ലാം പോയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബബിത അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോകും. ബബിത അങ്ങ് പോയപ്പോ അലീന ഭയങ്കരമായിട്ട് കരഞ്ഞ് സങ്കടപ്പെട്ട് അവിടെ നിൽക്കുക. ഡോറും ഇങ്ങനെ അടച്ചു. അത് കഴിഞ്ഞ് പിന്നെ സ്റ്റെയറിൽ ഇരുന്ന് സങ്കടപ്പെടുന്ന ബബിതയുടെ അടുത്തേക്ക് രോഹിത് വന്നു. നീ എന്നാടി ഇങ്ങനെ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അതൊന്നുമല്ല, എന്തോ ഉണ്ട്, പറ, എന്നാ പറ്റി പറ. അപ്പൊ അലീനയുടെ കാര്യം പറഞ്ഞു. അപ്പത്തേക്കും കൃഷ്ണ അങ്ങോട്ടേക്ക് വന്നു.
അപ്പൊ ഞാനും കൃഷ്ണ അപ്പോഴേ നിന്നോട് പറഞ്ഞല്ലേ, അലീന ചേച്ചി ഒരു കാര്യം പറഞ്ഞ പിന്നെ സംശയിക്കണ്ട. അലീന ചേച്ചി നമ്മുടെ ആരും അല്ല എന്ന് അറിഞ്ഞിട്ടും രോഹിയേട്ടന് ഒരു വിഷമവും ഇല്ലേന്ന് ചോദിച്ചു. അപ്പൊ എന്നാത്തിനാ വിഷമിക്കുന്നേ? ആരും അല്ലഞ്ഞിട്ടും അലീന ചേച്ചിക്ക് നമ്മളോട് ഇത്രയും സ്നേഹമുണ്ടല്ലോ എന്ന് പറയാണ് രോഹിത്. അപ്പൊ അതിൽ സന്തോഷിക്കല്ലേ വേണ്ടത്? ഇപ്പൊ എന്റെ ചേച്ചിയാണെന്നൊക്കെ ആരോടെങ്കിലും പറയാൻ പറ്റും എനിക്ക്? അപ്പൊ ധൈര്യമായിട്ട് പറഞ്ഞോളാൻ നമ്മുടെ കൃഷ്ണമോള് പറയാം. അപ്പൊ ഭവിത ഇങ്ങനെ നോക്കുവാണേ. അതെന്നാടി നീ അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചപ്പം നമ്മള് പറഞ്ഞാ മതി അലീന ചേച്ചി എന്റെ ചേച്ചിയാണ് കേട്ടോ എന്ന്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ചേച്ചി ആയിക്കോളൂ എന്ന് കൃഷ്ണ പറയാം. അപ്പൊ ഇവൾ എന്നാ ഭ്രാന്തൊക്കെ ഈ പറയുന്നതെന്ന് ചോദിച്ചപ്പം ഭ്രാന്തൊന്നും അല്ല പറയുന്നേ, ഞാൻ സത്യമായിട്ടുള്ള കാര്യമോ പറഞ്ഞതെന്ന്. നമ്മൾ ചോദിക്കുന്നവരോടൊക്കെ അങ്ങ് പറഞ്ഞോളുക, അലീന ചേച്ചി എന്റെ ചേച്ചിയാണ്, അലീന ചേച്ചി ഞങ്ങളുടെ കൂടപ്പിറപ്പാണ്, അലീന ചേച്ചി ഞങ്ങളുടെ ഫാമിലി മെമ്പർ ആണെന്നൊക്കെ അങ്ങനെ കുറെ പറഞ്ഞു കഴിയുമ്പോ ഓക്കെ ആയിട്ട് തന്നെ വന്നോളൂ എന്ന് കൃഷ്ണ. അപ്പൊ എററൊന്നും വരത്തില്ല, പേടിക്കണ്ടെന്നും പറഞ്ഞു. കൂടി എന്ന് ഭവിത. ഒന്നാമത് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. അപ്പോഴും അവളുടെ ഒരു വർത്തമാനം എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ പോയേക്കാമേ എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണ അവിടെ നിന്ന് പോയി. രോഹിത്തും പോയി. ബബിതയ്ക്കാണെന്നുണ്ടെങ്കിൽ ആകെ വിഷമം. ആ ഒരു ഇതിൽ ബബിത ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും ടാറ്റാ.